ഹായ് ഗായ്സ്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് ഉപ്പുകൂണ് എന്ന് പറഞ്ഞ കൂണിനെ നമ്മൾ പരിചയപ്പെടുത്തിയായിരുന്നു. ഇപ്പം നമ്മൾ വേറൊരു തോട്ടത്തിൽ പണിയാൻ വേണ്ടി വന്നപ്പം അവിടെ പെരുങ്കൂണ് ഉണ്ടായി നിൽക്കുകയാണ്. ഈ പെരുങ്കൂണെന്ന് പറഞ്ഞ സാധനം കണ്ടിട്ടില്ലാത്തവർ കാണും. നല്ല ഇതുണ്ട്, നല്ല കുട പോലെ നിൽക്കും. ഇത് പെരുങ്കൂണിൻ്റെ അടിഭാഗമാണ്. ഇവിടെ കണ്ടോ, ഒരു കഴുത്തിനൊരു വട്ടം പോലെ ഉണ്ട്. ഇതാണ് പെരുങ്കൂണിൻ്റെ മുകൾ ഭാഗം. ഇതാണ് പെരുങ്കൂണ്. ഇതിങ്ങനെ ഉണ്ടാകുന്നിടത്ത് ഇവിടെ 1, 2, 3, 4 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്ത് ഇങ്ങനെ ഈ ഏരിയയിൽ കൂടെയാണ് ഇതുണ്ടാകുന്നത്. അപ്പം നമ്മളിങ്ങനെ പറമ്പിക്കൂടെ ഇങ്ങനെ ഓരോ പണിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ നോക്കി നടന്നു കഴിയുമ്പം ഇവിടെ കണ്ടോ, അതൊരു 2 എണ്ണം ഒളിച്ചു നിൽപ്പുണ്ട്. അങ്ങനെ ഒരു മാറി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാകുന്നത്. നമ്മളിതിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഒരു വാഴയുടെ ചുവട്ടിലായിട്ട് ഇതുണ്ടോ, ഇവിടെ കൂട്ടമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പള്ളയൊക്കെ മാറ്റി നല്ല സെറ്റപ്പായിട്ട് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനെ അധികം 1, 2, 3, 4, 5, 5-6 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ സാധനം പെരുങ്കൂൺ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത സീസണിലും അവിടെ തന്നെ ആ ഏരിയയിൽ തന്നെ ഈ സാധനം ഉണ്ടാവും. അതിന് മുമ്പ് ഇത് കണ്ടോ, ഇതിൻ്റെ മുട്ടായത് ഈ സാധനമാണ് വിരിഞ്ഞ് വരുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ മുട്ട. ഇതിങ്ങനെ ഇന്നൊരു മുട്ട ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെയും വന്ന് നോക്കിയാൽ അവിടെ തന്നെ ഇതിൻ്റെ മുട്ട ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പറിച്ച് കാണിക്കാം. നല്ല അത്യാവശ്യം നല്ല ബലമുണ്ട്. ഉണ്ടോ, പറഞ്ഞു പോന്നു. ഇത് ഇത്രയും നീളമുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ നിൽക്കും. ഈ മുട്ട വിടർന്ന് കഴിയുമ്പോഴാണ് ഈ മുട്ട വിടർന്ന് കഴിയുമ്പം നമ്മൾ പറിച്ച കൂണ് വേറെ എണ്ണം വിടർന്ന കൂണ് പറിച്ച് കാണിച്ചു തരാം. വിടർന്ന കൂണ് ഇതാണ് വിടർന്ന കൂണ്. ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതിനകത്ത് ഈ കൂണ് പഴകി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന് തുള വീണേക്കുന്നുണ്ടോ, ഇത് മിന്നാമിനുങ്ങ് അതുപോലെ ഒരു പുഴുവുണ്ട്. ആ പുഴുക്കൾ വന്ന് കയറി ഇത് തിന്നും. ഇത് തിന്നു കഴിഞ്ഞാൽ അതുങ്ങളുടെ ആഹാരമാണ്. അത് തിന്നു കഴിയുമ്പം ഇത് നിന്ന് പോകും, തീർന്ന് ചള്ളായി പോകും. അപ്പോൾ ഇതിന് മുമ്പ് നല്ല ഫ്രഷായിട്ട് കിട്ടണമെങ്കിൽ ഈ പരുവത്തിൽ കിട്ടിയാൽ ഇത് ഫ്രഷാണ്. അപ്പോൾ ഇത് നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചാൽ അത് വിരിഞ്ഞോളും. പിന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഫ്രഷ്നെസ്സിൽ നിൽക്കുന്നതാണിത്. ഇത് വിരിഞ്ഞ് നിൽക്കുന്നതാണ്. അധികം സമയമായിട്ടില്ല, പക്ഷേ ഈ സാധനം വിരിഞ്ഞ് അന്നേരം ഇതേ വന്ന് പ്രാണികൾ വീഴും. മിന്നാമിനുങ്ങ, വണ്ട്, ഇത് തിന്നുന്ന പ്രാണികളുണ്ട്. അത് വന്ന് കണ്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തിന്ന് തീർക്കാൻ നിമിഷ നേരം മതി. അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവരിതിനെ തിന്ന് തീർക്കും. അപ്പോൾ അത് കേടായത് ഇവിടെ ഉണ്ട്, അത് കാണിച്ചു തരാം. സമയം കഴിഞ്ഞു പോയത് ഇത് കണ്ടോ, ഇത് സമയം കഴിഞ്ഞു പോയതാണ്. ഇങ്ങനെ ഇരിക്കും. സമയം കഴിഞ്ഞ് പോയത് കൊണ്ട് ഇതെല്ലാം വന്ന് പ്രാണികൾ തിന്നേച്ച് പോയതാണ്. ഉണ്ടോ, ഇതിനകത്തെ വെളുപ്പ് മുഴുവൻ ഇതുണ്ട്. അതിനകത്ത് പ്രാണികൾ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. കണ്ടോ, പുഴുക്കൾ നടക്കുന്നത് കാണാം. ഈ പുഴുക്കളാണ് ഇവനെ തിന്നൊടുക്കുന്ന വില്ലന്മാർ. നല്ല ഫ്രഷ്നെസ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരത്തെ കണ്ടുകൂടി ഈ മുട്ടായിരിക്കുന്ന പരുവത്തി കണ്ടുകൂടിയാൽ നമുക്ക് പറിച്ച് യാതൊരു വിഷമില്ലാത്ത നല്ല ഫ്രഷ് സാധനം പറമ്പിൽ തന്നെ പറിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഫ്രഷ്നെസ്സിൽ കിട്ടേണ്ട സംഭവം. പിന്നെ നമുക്ക് പറിച്ചെടുക്കാം. അതുണ്ടോ, ഇതേലും കണ്ടോ, ഒരു വണ്ട് ഓടുന്നുണ്ടോ. ഇവന്മാരാണ് ഈ ഓടി നടക്കുന്ന വണ്ട്. ഇവന്മാർ ഇതിനെ നിമിഷ നേരം കൊണ്ട് തീരുമാനമാക്കി എടുക്കും. ഇതിനകത്തൂടെ അവൻ ഒളിഞ്ഞ് നടപ്പുണ്ട്. ഉണ്ടോ, ഇതിനകത്തൂടെയും ചെറിയ പ്രാണികളുണ്ട്. ഈ കുട പോയാലും കുഴപ്പമില്ല, നമുക്കതിൻ്റെ തണ്ട് ഉപയോഗിക്കാൻ പറ്റും. തണ്ട് നല്ലതാണ്, സൂപ്പറാണ്. അടുത്ത് നമ്മൾ പറിച്ചെടുക്കുക. നമുക്ക് ഇച്ചിരി നീളത്തിൽ കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, കുറച്ചും കൂടെ നീളത്തിൽ കിട്ടുന്നുണ്ടോ. അതിനകത്തെല്ലാം വണ്ട് കിടപ്പുണ്ട്. ഇതേ അമ്മ ഓടുന്നു. അത് തീരുമാനമാക്കിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ കണ്ടുകൂടിയോണ്ട് നമുക്ക് അത്രയെങ്കിലും കിട്ടി. അപ്പോൾ ഇതാണ് പെരുങ്കൂണ്. ഇതിനെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക, ഒക്കെ ചെയ്യാം. കണ്ടിട്ടില്ലാത്തവർക്കും അറിയത്തില്ലാത്തവർക്കും പറമ്പിൽ കൂടെ നിൽക്കുന്നതല്ലേ, ഇത് കണ്ടിട്ടില്ലാത്തവർ കാണും. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടേക്കുന്നത്. ഇതാണ് ഇങ്ങനെ കൂട്ടമായിട്ട് നിൽക്കും. ഇതാണ് പെരുങ്കൂണ്. ഇതുകൊണ്ടോ, ഈ ബക്കറ്റിനകത്ത് ഇത്രയും കൂണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പറിച്ചെടുത്ത് ഇതിനകത്ത് ഏറ്റവും ഫ്രഷായിട്ടുള്ള കൂണിത്. ഏറ്റവും ഫ്രഷായിട്ടുള്ള കൂണ് കിട്ടുവാണെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതുണ്ടോ, ഇതൊക്കെ നല്ല ഫ്രഷാണ്. ഇത്രയും പരുവത്തിൽ കിട്ടണം. ഇതുണ്ടോ, ഇങ്ങനെ നിൽക്കുക. ഇതാണ് ഏറ്റവും ഫ്രഷായിട്ടുള്ള കൂണ്. അങ്ങനെ നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിൽ കിട്ടിയാൽ നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. ഉണ്ടോ, ഇത്രയും കൂണ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ കൊണ്ടുപോയി മഞ്ഞളും മുളകും ഒക്കെ അരച്ച് തിരുമ്മി ഒരു പരിപാടിയുണ്ട് ഗൈസ്.